Good morning, students. Hope you all are very fine. And I think you're very well going with the professional business skills. And we have seen about emails in the last class, the importance, advantages and disadvantages, everything we have seen. And now in the today's class, we'll go to the significance of email in business. How far it is important in business. What is the role of email in business? That is what we are going to see in today's class. Hope you all know about email very well, because you people are writing examinations through online and you are submitting your papers by email. So when you do it in the PDF format, it will be very helpful for the readers. So what is the importance here? What is the importance here? How a person reads a mail or how a person reads a message. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ എന്താണോ, എന്ത് മെസ്സേജാണോ നമ്മൾ the other person നമ്മൾ സെൻഡ് ചെയ്യുന്നത്, the receiver എങ്ങനെയായിരിക്കും അത് വായിക്കുന്നത്, അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. whether we are giving a very important information or which is of not at all important. എന്ത് മെസ്സേജാണോ നമ്മൾ കൊടുക്കുന്നത്, വെരി ഇമ്പോർട്ടൻറ്റ് മെസ്സേജസ് ആണ് നമുക്ക് ഇമെയിലിൽ പോകേണ്ട ആവശ്യമുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫോൺ വിളിച്ച് അല്ലെങ്കിൽ ഫോണിലൊന്ന് സംസാരിച്ച് അല്ലെങ്കിൽ നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഫാർ ബെറ്റർ. അപ്പോൾ ഇമെയിൽ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ എന്തിനു തിരഞ്ഞെടുക്കുന്നു, എങ്ങനെ തിരഞ്ഞെടുക്കുന്നു, ഹൗ വി ആർ റൈറ്റിംഗ് എ മെസ്സേജ്, what are all things we want as considered as important while you're sending an email. So ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് how far email is important in business, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്. So they have concluded in 9 points. 9 പോയിന്റിലൂടെയാണ് സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത് അവരെ മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ഈസി ആൻഡ് ഫാസ്റ്റ്. സെക്കൻഡ് വൺ ഈസ് ഈസി റിട്രീവൽ. തേർഡ് വൺ ഈസ് എക്കണോമിക്കൽ. ഫോർത്ത് വൺ ഈസ് മാർക്കറ്റിംഗ്. ഫിഫ്ത്ത് വൺ ഈസ് പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. Sixth one, security. Seventh one, internal communication. Eighth one, work groups. And ninth one, alternative means of physical documents. Here, going on to the first point, easy and fast. So in the last classes, I have said about when you are sending a letter through post. നമ്മളൊരു ലെറ്റർ പോസ്റ്റ് വഴിക്ക് നമ്മൾ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നിയറസ്റ്റ് പ്ലേസ് ആയാലും ഇറ്റ് വിൽ ടേക്ക് 2 days അല്ലെങ്കിൽ സംടൈംസ് 1 day, എങ്ങനെ പോയാലും മാക്സിമം 2 days അത് എടുക്കും. അപ്പോൾ നമ്മൾ ലെറ്റർ അയക്കുന്ന വ്യക്തി അത് വായിച്ച് അതിനൊരു റിപ്ലൈ എഴുതി, എഗെയിൻ ഇറ്റ് വിൽ ടേക്ക് 2 days ടു കം ബാക്ക്. നമുക്കത് തിരിച്ച് കിട്ടാനായിട്ട് 2 ദിവസം കൂടി എടുക്കും. സോ ഓൾമോസ്റ്റ് ഹൗ മെനി ഡേയ്സ് ഹാവ് ഗോൺ? 4 days. മിനിമം 4 days എങ്കിലും നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ദാറ്റ് ഈസ് ഒരു റിപ്ലൈ നമുക്ക് കിട്ടാനായിട്ട് എടുക്കുന്നുണ്ട്. സോ വാട്ട് വി ഹാവ് ടു ഡു ഈസ്, നമ്മുടെ കാര്യങ്ങൾ ഇത്ര സ്ലോ ആവാനായിട്ട് നമുക്ക് പറ്റില്ല. ഇന്ന് അതിനുള്ള ടെക്നോളജി ഉണ്ട്, ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ ഇന്ന് അവൈലബിൾ ആണ്. So why do we want to spend more time on sending through post? അതാണ് ഇന്ന് എല്ലാവരും ചിന്തിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഈസി ആൻഡ് ഫാസ്റ്റ് എന്ന് പറയാനായിട്ടുള്ള കാരണം ഇത് വളരെ വേഗത്തിൽ തന്നെ അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മെസ്സേജുകൾ പ്രിപ്പയർ ചെയ്യാനും അത് സെൻഡ് ചെയ്യാനും അതൊരു വ്യക്തിക്ക് അത് എത്തിച്ചേരാൻ എടുക്കുന്ന സമയം വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് മെസ്സേജ് വൺ കമ്പ്യൂട്ടറിൽ നിന്ന് അത് കമ്പ്യൂട്ടറിലേക്ക് എത്തിക്കഴിഞ്ഞു. സോ അവിടെ നിന്ന് മെയിൽ വായിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് റിപ്ലൈ ആണ്. സോ വിത്തിൻ മിനിറ്റ്സ് യു ക്യാൻ നോ വാട്ട് യു വാണ്ട് ടു നോ. നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ എന്താണോ അറിയാൻ ആഗ്രഹിക്കുന്നത്, അത് എത്രയും പെട്ടെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെയാണ് അതിന് ഈസി ആൻഡ് ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഇമെയിൽ ഈസ് യൂസ്ഫുൾ ഫോർ ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ കമ്മ്യൂണിക്കേഷൻ, മേക്കിംഗ് ഇറ്റ് ഫാസ്റ്റർ ആൻഡ് ഈസിയർ to transmit and send important information. Anything which is considered very important has to be sent. Which is least important, please don't send it. കാരണം നമുക്ക് നേരിട്ട് പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ആഫ്റ്റർ 1 or 2 days നമുക്ക് കഴിഞ്ഞിട്ട് പറയാൻ പറ്റാവുന്ന കാര്യമാണ്. അതല്ലെങ്കിൽ നമുക്ക് നേരിൽ കാണുമ്പോൾ നമുക്കൊരു ഫോൺ വിളിച്ച് സംസാരിക്കാവുന്ന കാര്യങ്ങളാണ്. ഇതിന് വേണ്ടിയിട്ട് വെറുതെ നമ്മൾ ഇമെയിൽ അയക്കേണ്ട ആവശ്യമില്ല. So when you have an important message or when you have an important information, you can go for an email. This is the first point. And second one is easy retrieval. So here നമ്മൾ ഇമെയിലിൽ വരുന്ന മെസ്സേജസ് when it is deliberately deleted, only those messages are deleted. Okay, നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ മെസ്സേജ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഇൻബോക്സിൽ നിന്ന് മെസ്സേജസ് ഡിലീറ്റായി പോവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ വരുന്ന മെസ്സേജുകളൊക്കെ നമുക്ക് അവിടെ ഉണ്ടായിരിക്കും. സോ ഏത് നേരത്ത് വേണമെന്നുണ്ടെങ്കിലും എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ആ മെസ്സേജ് നമുക്ക് ഈസിലി റിട്രീവ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. Third one is, it is considered as economical. How we can say it is very economical? Not only the postal charges ഉദ്ദേശിച്ച് മാത്രമല്ല, നമുക്കൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഒരു കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ഇപ്പോൾ ഈവൻ ബൈ യൂസിങ് മൊബൈൽ ഫോൺസും നമുക്ക് അയക്കാവുന്നതാണ്. സോ വി ആർ ഹാവിങ് ഓൾ ദി ടെക്നോളജി ഇൻ ദ ഫിംഗർ ടിപ്സ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെയിൽ അയക്കാനായിട്ട് പറ്റും, അതിൻ്റെ റിപ്ലൈ റിസീവ് ചെയ്യാനായിട്ട് പറ്റും. എവിടെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് നിന്ന് നോക്കാവുന്നതാണ്. നമുക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. അതിന് വി ക്യാൻ ടേക്ക് എനി ഡിസിഷൻസ് ബേസ്ഡ് ഓൺ ദാറ്റ്. ഓക്കെ, വാട്ട് ഐ എം സെയിങ് ഇസ്, നമ്മൾ ഇൻ്റർനെറ്റ് കണക്ഷൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്മോൾ ബിസിനസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വെറുതെ ഫ്രീ ആയിട്ട് തന്നെ അറ്റ് നോ കോസ്റ്റ് അവർക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം നമ്മൾ കമ്പനിക്ക് വേണ്ടി എടുത്തിട്ടുള്ളതാണ്. സോ അതിലൂടെ തന്നെ മാക്സിമം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇഫ് ഇറ്റ് ഈസ് ബിഗർ ഓർഗനൈസേഷൻ ഓൾസോ, ഇനി വലിയൊരു ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനു വേണ്ടി ഒരു സെർവർ മെയിൻറ്റെയിൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പോലും വെൻ യു കൺസിഡർ ദി ഓവറോൾ കോസ്റ്റ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ചീപ്പറാണ്, എക്കണോമിക്കലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇമെയിൽ ഇമ്പോർട്ടൻറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസി ആൻഡ് ഫാസ്റ്റ്. സെക്കൻഡ് വൺ ഈസ് നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യാനായിട്ട് പറ്റും. സോ ഈസി റിട്രൈവൽ. ആൻഡ് ദെൻ തേർഡ് വൺ ഈസ് എക്കണോമിക്കൽ. And fourth one is marketing. Here, email is much useful for companies to efficiently and effectively communicate information about their products and services both to existing customers and potential one. ഒരു കമ്പനി അവരുടെ പ്രോഡക്ട്സിനെ കുറിച്ചിട്ട് എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അഡീഷണൽ പ്രോഡക്റ്റ് അവരെന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അവർക്ക് അവരുടെ എല്ലാ കസ്റ്റമേഴ്സിനെയും അവർക്ക് അറിയിക്കണമെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ യൂസ് ഇമെയിൽ അറ്റ് എ വെരി മിനിമൽ കോസ്റ്റ്. അപ്പം മാർക്കറ്റിങ്ങിനും നമുക്ക് എന്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും? ഇമെയിൽസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഈസ് പ്രൈവസി ആൻഡ് confidentiality. Email allows business
പ്രൊഫഷണൽസ്, പ്രൈവറ്റ്, വൺ ടു വൺ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ രണ്ട് വ്യക്തികളുണ്ട്, അവർ രണ്ട് പേര് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അതിനെയാണ് നമ്മൾ പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. ഞാൻ അതിലേക്ക് കൂടുതൽ സ്ട്രെസ് ചെയ്യണില്ല, കാരണം ഒന്നും തന്നെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിൽ ഒന്നും തന്നെ പ്രൈവസിയുമില്ല കോൺഫിഡൻഷ്യാലിറ്റിയും ഇല്ല എന്നുള്ളത് നമുക്ക് അതിൻ്റെ വാസ്തവം പച്ചവെള്ളം പോലെ നമുക്ക് തെളിഞ്ഞു കിടക്കുകയാണ്. സോ ഐ എം നോട്ട് ഗിവിങ് മോർ ഇമ്പോർട്ടൻസ് ഓൺ ദാറ്റ്. സോ ഒരു ഇനിഷ്യലി ഒരു കൺവെർസേഷൻ നടക്കുമ്പോൾ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇമെയിൽ സെൻഡ് ചെയ്ത് അതിന് മറുപടി കിട്ടുമ്പോൾ ഇനിഷ്യലി അത് ഒരു പ്രൈവസി ഉണ്ട്, കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദെൻ ഇനി വേണമെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. സോ അതിൽ പറയുന്നുണ്ട്, ഫോർ എക്സാമ്പിൾ, 2 ഏരിയ മാനേജേഴ്സ് ഇൻ മാർക്കറ്റിംഗ് can keep exchanging their notes and messages in a private and confidential format unless they decide to share with others. അവർ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ അവർ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ വിചാരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് രണ്ട് പേരിൽ തന്നെ അത് ഒതുങ്ങി നിൽക്കും. അങ്ങനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സെക്യൂരിറ്റി. With the help of secure protocols, email could be seen as a secure means of communication. Unlike consumer-oriented email services with restricted access to security functions, companies have the ability to control and define their email security features. So the ultimate freedom is given to the companies. So the company can decide who all has to see this, who all has to access it എന്നുള്ള കാര്യങ്ങൾ ആ കമ്പനിക്ക് വേണമെന്നുണ്ടെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്യാവുന്നതാണ്. ദാറ്റ് ഈസ് അബൌട്ട് സെക്യൂരിറ്റി. ആൻഡ് നെക്സ്റ്റ് ഈസ് ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ. ഇമെയിൽ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് കമ്പനിക്ക്, ഓർഗനൈസേഷൻ്റെ അകത്ത് നടക്കുന്ന കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. ഫ്രം വൺ ഡിപ്പാർട്ട്മെൻറ്റ് ടു ദി അനദർ, ഫ്രം ദി ടോപ്പ് ലെവൽ മാനേജർ ടു ദി ഡിപ്പാർട്ട്മെൻറ്റ് മാനേജേഴ്സ്. അതല്ലാന്നുണ്ടെങ്കിൽ ആരൊക്കെയായിട്ടാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഏത് വ്യക്തിക്കായിട്ടാണോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്, അവരായിട്ട് നമുക്ക് ഇൻറ്റേർണൽ വേ ആയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമെയിൽസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. So email became the primary means of internal communication among organizations right from the beginning of its introduction. സോ ഇതിൻ്റെ തുടക്കം മുതലേ ആൾക്കാർ മുഴുവൻ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഏതിനെ ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അവരെ ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് മെയിൻലി ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് വർക്ക് ഗ്രൂപ്പ്. അപ്പോൾ നമ്മൾ ഈ ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഭാഗം തന്നെയാണ് വർക്ക് ഗ്രൂപ്പും. സോ ഒരു ഗ്രൂപ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോം ചെയ്യാം. ഏതെങ്കിലും പർട്ടിക്കുലർ ഗ്രൂപ്പിലേക്ക് മാത്രം ഇൻഫർമേഷൻ സെൻഡ് ചെയ്യാനുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും നമുക്ക് സെലക്ട് ചെയ്ത് അയക്കാവുന്നതാണ്. സോ വി ക്യാൻ ഫോം as many groups, and if you want to send any information to any particular group, you can send it. That is here work group mentioned. Companies can further divide internal communications by creating multiple work groups for separate departments. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആ ഗ്രൂപ്പിലേക്ക് ഒരു ഇമെയിൽ അയക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അയക്കാനായിട്ട് പറ്റും. And then alternative means of physical documents. Email is not just an alternate means of communication, but an alternative to exchanging important physical documents. Communication between a company and their business clients or consumers can be used as proof in the court of law. നമുക്ക് ഫിസിക്കൽ ഡോക്യുമെൻറ്റ്സ് കൈമാറുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇന്ന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോർട്ടിലടക്കം നമുക്ക് ഇന്ന് ഇമെയിൽസ് പ്രൂഫായിട്ട് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അതിനും എന്തെങ്കിലും ആവശ്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
ഓക്കെ. സോ ഏകദേശം ഈ പോയിൻറ്റ്സ് വെച്ചിട്ട് now you will be able to decide how far email is important in business. ഓക്കെ. ഒന്നാമത് എന്താണ്, നമുക്ക് ഈസി ആൻഡ് ഫാസ്റ്റ് ആണ്, ഈസി റിട്രൈവൽ ആണ് ഇൻഫർമേഷൻ, എക്കണോമിക്കൽ ആണ്, വി ക്യാൻ ഡു എനി മാർക്കറ്റിംഗ് ഓപ്ഷൻസും നമുക്കിതിൽ അവൈലബിൾ ആണ്, പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷനും മാക്സിമം നമുക്ക് യൂസ് ചെയ്യാം, വർക്ക് ഗ്രൂപ്പുകളായിട്ട് ഫോം ചെയ്തിട്ട് അതിൽ നമുക്ക് യൂസ് ചെയ്യാം, ആൻഡ് ആൾട്ടർനേറ്റീവ് മീൻസ് ഓഫ് ഫിസിക്കൽ ഡോക്യുമെൻറ്റ്സ് അതിനും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും കോടതികളിലും കോർട്ടിലും നമുക്കത് എവിഡൻസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇമെയിൽസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. അതും ഇന്ന് വിറ്റ്നസ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. ഓക്കെ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ സിഗ്നിഫിക്കൻസ്. ആൻഡ് നൗ we are moving on to the email etiquette. So what do you mean by etiquette? എന്താണ് etiquette? എന്താണ്? So to say simply, ethics. അപ്പോൾ എത്തിക്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്, ഒരു കോഡ് ഓഫ് കണ്ടക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടാണ്, ഒരു കോഡ് ഓഫ് ഡിസിപ്ലിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഇമെയിൽ എറ്റിക്വറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. സോ എങ്ങനെയാണ് ഒരു ഇമെയിൽ നമ്മൾ എഴുതേണ്ടത്, എന്തൊക്കെയാണ് നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വാട്ട് ടൈപ്പ് ഓഫ് ലാംഗ്വേജ് യു ഹാവ് ടു യൂസ്, വെൻ യു ഹാവ് ടു സെൻഡ് ദോസ് മെസ്സേജസ്, എപ്പോഴാണ് നമുക്ക് ഇമെയിൽ ഫോം ചെയ്യേണ്ടത്, എപ്പോഴാണ് ഒരു ഇൻഫർമേഷൻ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമുക്ക് ഏതിൽ വരുന്നത്, ഇമെയിലിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ. സോ ഇതിൽ ഇമെയിൽ എറ്റിക്വറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കോഡ് ഓഫ് കണ്ടക്ട് ഫോർ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ. ഇമെയിൽ എറ്റിക്വറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ടു whom we are writing, friends or relatives, partners, customers, superiors or subordinates. ആർക്കാണ് നമ്മൾ ഇമെയിൽ അയക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ടൈപ്പ് ഓഫ് ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുക. വളരെ ഫോർമലായിട്ടുള്ള ലാംഗ്വേജ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക, വെൻ വി യൂസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദി ബിസിനസ് പീപ്പിൾ ഓർ വിത്ത് ദി അതർ പേഴ്സൺസ്. സോ വെൻ യു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യുവർ റിലേറ്റീവ്സ് ഓർ വിത്ത് യുവർ ഫ്രണ്ട്സ്, your way of communication will be very informal beginning and informal message will be there. അത്രയും ആ രീതിയിലായിരിക്കും നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവാം. ഇനി അതെല്ലാം ഫോർമലായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ഫോർമലായിട്ടുള്ള രീതിയിലാണ്. സോ വാട്ട് ആർ ദി എത്തിക്സ് ഓർ എറ്റിക്വറ്റ് വിച്ച് വി ഹാവ് ടു ഫോളോ ഇൻ framing email? Okay, so you're having a company needs to implement email etiquette rules for the following 3 reasons. 3 കാരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇമെയിൽ എറ്റിക്വറ്റ് നമ്മൾ ഫോം ചെയ്യണത്. ഓക്കെ. സോ ഫസ്റ്റ് വൺ is professionalism, second one is efficiency, and third one is protection from liability. So professionalism here means proper use of email language. Company can convey a professional image to the public. Efficiency എന്ന് പറയുന്നത് emails that worded up to the point are much more effective than poorly worded emails. So here on the professionalism എന്ന് പറയുന്നത് നമ്മുടെ യൂസ് ഓഫ് ഇമെയിൽ ലാംഗ്വേജ് ആണ്. അതേപോലെ തന്നെ ഒരു പ്രൊഫഷണൽ ഇമേജ്, ഒരു പ്രൊഫഷണൽ ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വി ക്യാൻ give the professional image to the public. Second one is efficiency. Emails that are worded up to the words, that is എന്താണോ up to the point, നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിച്ച കാര്യം അതിൽ നമ്മളെപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാം. So when you walk through all other useless words, അതൊക്കെ ആഡ് ചെയ്ത് പുവർ സെൻറ്റൻസ് ഫ്രെയിമിങ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വായിച്ചു വരുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു ബോറിംഗ് ആവും. എപ്പോഴും ഒരു ഷോർട്ട് മെസ്സേജസാണ് ആൾക്കാർക്ക് വായിക്കാനായിട്ട് ഇഷ്ടം. സോ ഇമെയിൽ എന്ന് പറയുന്നതും അത്തരത്തിലെ ടു ദ പോയിൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എഴുതുക അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്.
And third one is protection from liability. Employee awareness of email risk will protect a company from costly legal proceedings. So വേറെ എന്തെങ്കിലും രീതിയിലുള്ള ലീഗൽ പ്രൊസീഡിങ്സ്, കോസ്റ്റ്ലി ലീഗൽ പ്രൊസീഡിങ്സ് ഒക്കെ വരുന്നേക്കാളും മുമ്പൊക്കെ അതിനേക്കാളൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ, റിസ്ക്കുകളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് പറ്റും. ആൻഡ് ദെൻ അപ്പോൾ ഈ 3 റീസൺസ് കൊണ്ടാണ് വി ആർ ഫ്രെയിമിങ് ഇമെയിൽ എറ്റിക്വറ്റ്സ്. ഒരു ലീഗൽ പ്രൊസീഡിങ്സിനെ നമുക്ക് ഇമെയിലിനെ നമുക്ക് എവിഡൻസ് ആക്കി യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യും. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രൊഫഷണൽ ലാംഗ്വേജ് യൂസ് ചെയ്യും. പിന്നെ നമ്മൾ ഫ്രെയിം ചെയ്യുന്ന സെൻറ്റൻസ് എന്ന് പറയുന്നത് ടു ദ പോയിൻ്റ് ആയിരിക്കണം. ഓക്കെ, ആൻഡ് ഇറ്റ് മേ ബി കൺസിഡേർഡ് ഓർ ഇറ്റ് മേ ബി ടേക്കൺ ടു ദി എനി കോർട്ട് ഓഫ് ലോ ആസ് എൻ എവിഡൻസ് ഓൾസോ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പരമാവധി റിസ്ക്കുകളൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത്. ഇനി ഫോർമാറ്റ് റൂൾസ്, ദാറ്റ് ഈസ് ഡൂസ് ആൻഡ് ഡോൺട്സ്. Poorly written, unclear, misleading or ineffective emails not only cause a loss of time and productivity but can also harm one's reputation by leaving a poor impression on the reader. So when an email which is framed out of poor sentence, which is unclear, which is ambiguous, which is misleading, അങ്ങനത്തെ ഒരു ഇൻഫർമേഷനാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ റീഡറിന് ഒരു ഗുഡ് ഇംപ്രഷനും നമ്മളെക്കുറിച്ച് ഉണ്ടാവില്ല, നമ്മുടെ കമ്പനീനെ കുറിച്ച് ഉണ്ടായിരിക്കില്ല. It therefore becomes very important that we make the best possible use of emails to communicate effectively at the workplace. ജോലി ചെയ്യുന്ന സ്ഥലത്ത് കമ്മ്യൂണിക്കേഷന് IT ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല മാർഗം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇമെയിൽ തന്നെയാണ്. To do so, we must keep in mind some basic email etiquette to draft a perfect official email. നമ്മൾ ലെറ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ, how to begin, how to close a letter, how to write a letter, how to write a letter to your friend, how to write a letter to the press office, how to write a letter to the business concern. അപ്പോൾ ഇതൊക്കെ ഈ ലെറ്റർ റൈറ്റിങ്ങിൻ്റെ ആർട്ടൊക്കെ നിങ്ങൾ ചെറുപ്പത്തിൽ തന്നെ സ്കൂളുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ ഇതൊക്കെ എപ്പോഴാണ് പ്രാക്ടിക്കലാവുന്നത്? വെൻ യു പുട്ട് ഇൻ ടു യൂസ്. അപ്പം നിങ്ങൾ ഒരു ഫോർമലായിട്ടുള്ള ഒരു ഇമെയിൽ അയക്കാണ്. സോ നമ്മളവിടെ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സോ യു ആർ സെൻഡിങ് എ വെരി ഇൻഫോർമൽ മെസ്സേജ് ടു യുവർ ഫ്രണ്ട്. അതിനും നമുക്ക് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. സോ എന്താണ് ഇമെയിൽ എറ്റിക്വറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഒരു ഇമെയിൽ കൺസ്ട്രക്ട് ചെയ്യുന്നതിനേക്കാളും മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? സോ ബിഫോർ കമ്പോസിങ് ആൻ ഇമെയിൽ യു ഷുഡ് നോ അബൌട്ട് സം തിങ്സ്. You should be very careful about those things which I am going to say. First thing is identify the relevance of the information. So what you are going to pass over, what you are going to communicate, is it very important എന്നുള്ളത് നമ്മൾ നോക്കാം. നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് ആണോ, നമ്മുടെ ബിസിനസ് കൺസേൺ, നമ്മുടെ ബിസിനസ് കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണോ, അതല്ല ഇത് ഇമെയിലായിട്ട് അയക്കണേക്കാളും നല്ലത് നമുക്കൊരു ഫോൺ ചെയ്ത് ആളായിട്ട് നേരിട്ട് സംസാരിക്കുകയാണോ അതിനേക്കാളും എളുപ്പം, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് നേരിട്ട് ചെന്ന് കാണുന്നതാണോ എളുപ്പം? സോ വിച്ച് ഈസ് എഫിഷ്യൻറ്റ് ആൻഡ് വിച്ച് ഈസ് മച്ച് മോർ ബെറ്റർ, ആ കമ്മ്യൂണിക്കേഷൻ നമ്മൾ തിരഞ്ഞെടുക്കുക. സോ അങ്ങനെ ഒഫീഷ്യൽ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളെപ്പോഴും ഇമെയിൽ നമ്മൾ കൺസിഡർ ചെയ്യാം. സംടൈംസ് ഇൻസ്റ്റെഡ് ഓഫ് ഇമെയിൽ എ ഫോൺ കോൾ ഓർ ഫേസ് ടു ഫേസ് ഡിസ്കഷൻ വിൽ ബി മോർ പ്രൊഡക്റ്റീവ്. അപ്പോൾ നമ്മളൊരു ഇമെയിൽ അയക്കുന്നതിനേക്കാളും നേരിട്ടൊന്ന് കണ്ട് സംസാരിക്കുന്നത് അതിനേക്കാളും പ്രൊഡക്റ്റീവ് ആവുന്നുണ്ടെങ്കിൽ ചൂസ് ദ അതർ വേ. ഇനി അതല്ല വേറെ മാർഗമൊന്നുമില്ല. സോ ഇറ്റ് ഈസ് ഓൺലി മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇമെയിൽ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇമെയിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. സോ ഇമെയിൽ നമ്മൾ കമ്പോസ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. ഇപ്പം നിങ്ങൾ എക്സാമിനേഷൻ
ഇൻറ്റേർണൽ എക്സാമിനേഷൻ പലരും എഴുതിയിട്ടുണ്ട് അല്ലേ, ഒരുവിധം എല്ലാ കുട്ടികളും പക്ഷേ എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ടീച്ചേഴ്സ് മാറി മാറി തന്നിരുന്ന ഇൻസ്ട്രക്ഷൻ എന്താണ്? സോ 9 o'clock തന്നെ എല്ലാം 9:30 എക്സാം. 9 o'clock നിങ്ങൾ വരിക, നിങ്ങൾക്ക് എഴുതാനുള്ള പേപ്പറുകൾ എടുത്ത് വയ്ക്കുക. ഓരോ പേപ്പറിലും നിങ്ങളുടെ പേരും രജിസ്റ്റർ നമ്പറും ക്ലാസ്സും സ്പെഷ്യലൈസേഷനും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ കോർണറിൽ എഴുതി വയ്ക്കുക. അതേപോലെ തന്നെ ഓരോ പേജിലും പേജ് നമ്പേഴ്സ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മുടെ റൂമിലിരുന്ന് ഒന്ന് റിവൈസ് ചെയ്ത് നമ്മളിങ്ങനെ എല്ലാം ഓർത്ത് നോക്കി. അങ്ങനെ ഒരു ഏകദേശം ഒരു 9:20 ഒക്കെ ആയപ്പോഴേക്കും നിങ്ങളുടെ അറ്റൻഡൻസ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞു. അതിനുള്ള മെസ്സേജ് നിങ്ങൾ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് നൗ യു ആർ റെഡി ടു റിസീവ് യുവർ ക്വസ്റ്റ്യൻ പേപ്പർ. സോ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ റിസീവ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക്. അപ്പം നമ്മൾ ചില കാര്യങ്ങൾ നമ്മളെന്താ ചെയ്തിട്ടുള്ളത്? നമ്മൾ പരീക്ഷ തുടങ്ങുന്നതിനേക്കാളും മുൻപ് നമ്മൾ തയ്യാറാക്കി റെഡിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ബിഫോർ കമ്പോസിങ് എ മെയിൽ you have to know who is the receiver and what subject you are going to communicate, which is more important. So you have to know all those things. അത് കഴിഞ്ഞിട്ടേ നമ്മളിതിന് ഇരിക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, സോ ഇവിടെ first thing is, the first step in writing email message includes the following: identify the purpose of message and determining what the recipient reading the message has to do. അപ്പം നമ്മൾ അയക്കുന്ന മെസ്സേജ് എന്താണെന്നുള്ള അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇനി അത് റീഡർ വായിച്ചതിന് ശേഷം ആൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാവുമോ എന്നുള്ളത് നമ്മൾ നോക്കാം. ഓക്കെ, വാട്ട് ദ റെസിപ്പിയൻറ്റ് റീഡിങ് ദ മെസ്സേജ് ഹാസ് ടു ഡു. ഇപ്പോൾ ഒരാൾ നമ്മുടെ ഇമെയിൽ വായിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്താണ് ചെയ്യാനായിട്ട് തോന്നുക, അത് നമ്മൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി ഇരിക്കണം. വാട്ട് വി എക്സ്പെക്ട് ഫ്രം ദി റീഡർ എന്നുള്ളത്. സെക്കൻഡ് തിങ് ഇസ് ഫോക്കസ് ഓൺ ഒബ്ജക്റ്റീവ്. ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് വിത്ത് ദ 5 I's: ഇൻഫോം, inquire, influence, instruct and insight. സോ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്? ഇൻഫോം ചെയ്യലാണോ, അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ഇൻക്വയർ ചെയ്യാനാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഇൻഫ്ലുവൻസ് ചെയ്യാനാണോ, അതല്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ഇൻസ്ട്രക്റ്റ് ചെയ്ത് കൊടുക്കാനാണോ, അല്ലാന്നുണ്ടെങ്കിൽ ഇൻസൈറ്റ് എന്ന് പറയുന്നത് എൻകറേജ് ചെയ്യാനാണോ? So, for what purpose we are sending this information? അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവിന് ഫോക്കസ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ 5 Iയിലാണിത് തുടക്കം: ഇൻഫോം, ഇൻക്വയർ, ഇൻഫ്ലുവൻസ്, ഇൻസ്ട്രക്റ്റ് ആൻഡ് ഇൻസൈറ്റ്. അങ്ങനെയാണ് 5 കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ്? എന്താണ്? ഈ ഇമെയിൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു കാര്യം ഇൻഫോം ചെയ്യാനാണ് അല്ല. ഞാൻ ഈ ഇമെയിൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻസ്ട്രക്റ്റ് ചെയ്യാനാണ്. ഇനി അതല്ല, എൻ്റെ ഇമെയിൽ കൊണ്ട് ഞാൻ അയക്കുന്ന ഇമെയിൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പേഴ്സണിനെ ഇൻസൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് ടു എൻകറേജ് ഹിം. സോ ഫോർ what is your objective, ultimate objective on sending the message, on sending the information, on sending the email? Okay, അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് വ്യക്തമാക്കാം. ആൻഡ് ദെൻ ഫോക്കസ് ഓൺ കണ്ടൻറ്റ്. As far as possible, unnecessary ideas should be avoided in the principal message. So when you're writing the first message, അപ്പോൾ അതിൽ അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി ഡയറക്റ്റ്ലി കം ടു ദി പോയിൻറ്റ്. വാട്ട് യു ആർ ഗോയിങ് ടു സേ അത് ആദ്യമേ നമ്മൾ വ്യക്തമാക്കി കൊടുക്കുക. ഓക്കെ, ആൻഡ് ദെൻ ടു ലൈൻ. The to field is the default place to write recipient's email address. അതിലെ ഫസ്റ്റ് തിങ് ബിഗിൻ ചെയ്യുമ്പോൾ തന്നെ ടു എന്നുള്ളത് കാണും. ആർക്കാണ് നമ്മൾ അയക്കുന്നത്? ഓക്കെ, അപ്പോൾ ടു എന്ന് പറയുന്നത് ഇസ് എ റൈറ്റ് റെസിപ്പിയൻസ് ഇമെയിൽ അഡ്രസ്സ്. ആർക്കാണോ നമ്മൾ അയക്കണത് അവരുടെ ഇമെയിൽ അഡ്രസ്സ് നമ്മൾ അതിൽ ടൈപ്പ് ചെയ്യാം.
If message is sending to one person, it is essential to use to. ഇനി അതല്ല അതൊരു ഗ്രൂപ്പിലേക്കോ അതല്ല എന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റീസിലേക്കാണ് നമ്മൾ അയക്കണമെന്നുണ്ടെങ്കിൽ അതിന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ ഇഫ് ഇറ്റ് ഈസ് ഫോർ വൺ സിംഗിൾ പേഴ്സൺ നമുക്ക് യൂഷ്വലായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. ആൻഡ് ദെൻ യൂസ് ടു for people that the message directly affects and that require action from them. If we are expecting someone to do something based on our email, they should be in the to field. നമ്മൾ ആർക്കാണോ ഉദ്ദേശിക്കുന്നത് ആ പേഴ്സൺ നമ്മൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ നമ്മൾ ഇൻഫോം ചെയ്യുന്ന കാര്യങ്ങൾ അതിനനുസരിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പേഴ്സൻ്റെ പേര് നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ആൻഡ് ദെൻ ആരൊക്കെയാണ് ഇപ്പോൾ 2-3 പേർക്ക് അതിൽ കാണണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 2-3 പേർക്ക് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ എ ഗുഡ് ഐഡിയ ടു ഇൻക്ലൂഡ് ഓൾ ദ പീപ്പിൾ യു പുട്ട് ഇൻ ദ ടു ഫീൽഡ് ഇൻ ദ ഓപ്പണർ ലൈൻ. ദിസ് ലെറ്റ്സ് അതേഴ്സ് നോ ഹു ഈസ് ഇൻവോൾവ്ഡ് ഇൻ ദി കോൺവെർസേഷൻ. അപ്പോൾ നമ്മൾ ഈ അയക്കുന്ന ഇമെയിൽ കോൺവെർസേഷനിൽ 2-3 പേരുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഇൻവോൾവ്മെൻറ്റും കൂടി നമുക്കതിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് അപ്പോൾ ഏകദേശം ഇപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്, ആർക്കാണ് നമ്മൾ മെസ്സേജ് അയക്കുന്നത് ആദ്യം തന്നെ ആ വ്യക്തിയുടെ ഇമെയിൽ അഡ്രസ്സ് നമ്മൾ ടൈപ്പ് ചെയ്യാം. ഇനി വരുന്നത് CC എന്ന് പറയുന്ന ഒരു കാര്യമാണ്, ദറ്റ് ഈസ് കാർബൺ കോപ്പി. അപ്പോൾ എന്താണ് കാർബൺ കോപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? A carbon copy or CC message is an email that is copied to one or more recipients. Both the main recipient and the CC recipients can see all the addresses the message was sent to. അപ്പോൾ ഇതിലെന്താ വരണമെന്നുണ്ടെങ്കിൽ ആർക്കൊക്കെയാണോ ആരാണോ ഒരു മെയിൻ റെസിപ്പിയൻറ്റ്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരാൾക്ക് മാത്രമല്ല അതിലും താഴെ വരുന്ന കുറച്ച് ആൾക്കാർക്കും കൂടി നമ്മൾ ഈ മെയിൽ സെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് റെസിപ്പിയൻറ്റ് ആൻഡ് ഓൾസോ ദി അതർ പീപ്പിൾ 2 പേർക്കും തമ്മിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, ആർക്കൊക്കെയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്, ആരാണ് ഇതിൽ ഈ ഒരു ഇതിൽ ആർക്കൊക്കെയാണ് ഈ പർട്ടിക്കുലർ സെയിം മെസ്സേജ് അയച്ചിട്ടുള്ളത് എന്നുള്ളത് തമ്മിൽ കാണാനായിട്ട് പറ്റും. ആൻഡ് ദെൻ 4ാമത്തെ കാര്യം BCC ബ്ലൈൻഡ് കാർബൺ കോപ്പി. അപ്പോൾ ഇതും ഏതിൻ്റെ പോലെ തന്നെയാണ്, കാർബൺ കോപ്പിയുടെ പോലെ തന്നെയാണ്. സോ അപ്പോൾ ഇവിടെ എന്താണ് ഡിഫറൻസ് വരുന്നത്, എന്താണ് അഡീഷണലായിട്ട് വരുന്നത്, ബ്ലൈൻഡ് എന്ന് പറയുന്ന വാക്ക്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാർബൺ കോപ്പിയിൽ ആർക്കൊക്കെയാണ് അയച്ചിട്ടുള്ളത് എന്നുള്ളത് തമ്മിൽ അറിയാൻ പറ്റും. പക്ഷേ ഇവിടെ ബ്ലൈൻഡ് കാർബൺ കോപ്പിയിൽ ആരൊക്കെയാണ് നമ്മൾ അയച്ചിട്ടുള്ളത് എന്നുള്ളത് തമ്മിൽ അറിയാനായിട്ട് പറ്റില്ല. നമ്മളിപ്പോൾ ഒരു 5 പേർക്ക് നമ്മൾ ഈ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. കാർബൺ കോപ്പിയിലാണെന്നുണ്ടെങ്കിൽ ഈ 5 പേരിൽ ആര് നോക്കിയാലും ഈ 5 പേര് ഇവരാണ് അയച്ചിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഇവർക്കൊക്കെയാണിത് ഫോർവേഡ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പക്ഷെ ബ്ലൈൻഡ് കാർബൺ കോപ്പിയിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 5 പേർക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ ആര് നോക്കിയാലും ആർക്കാണ് അയച്ചിട്ടുള്ളതെന്നുള്ളത് കാണാനായിട്ട് പറ്റില്ല. അതാണ് അവിടെ ഒരു ഡിഫറൻസ് വരുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് തിങ് ഈസ് എന്താണ് നമ്മുടെ റെലവൻസ് എന്നുള്ളത്. സെക്കൻഡ് തിങ് ഈസ് ടു ആർക്കാണ് നമ്മൾ അയക്കുന്നത്. ആൻഡ് തേർഡ് വൺ ഈസ് കാർബൺ കോപ്പീനെ കുറിച്ചിട്ടാണ്. ഫോർത്ത് വൺ ബ്ലൈൻഡ് കാർബൺ കോപ്പീനെ കുറിച്ചിട്ടാണ്. ഇനി ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ലൈൻ. സബ്ജക്റ്റ് ലൈനിൽ വരുന്നത് ഇമെയിൽ സബ്ജക്റ്റ് ലൈൻസ് ആർ ലൈക്ക് ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ്. They should convey the main point of our message or the idea that we want to communicate. ന്യൂസ് പേപ്പറിൽ നോക്കുകയാണെങ്കിൽ ന്യൂസ് പേപ്പർ വായിക്കുന്ന ശീലമുണ്ടല്ലോ എല്ലാവർക്കും അല്ലേ, എപ്പോഴെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ വായിക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് ഒരു റീഡറിനോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് ആദ്യമേ തന്നെ മെയിൻ ഹെഡ്ലൈൻസിൽ അവർ തന്നിട്ടുണ്ടാവും, പിന്നെയാണ് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് അവർ പോവുള്ളൂ. So the main thing, the subject line എന്തുണ്ടായിരിക്കണം, what you are going to convey in your email, that should be put first. അതാണ് സബ്ജക്റ്റിൽ വരിക. അപ്പോൾ സബ്ജക്റ്റ് ഫ്രെയിം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പർപ്പസാണോ അതിൽ ഉദ്ദേശിക്കുന്നത് ആ പർപ്പസ് നമ്മളതിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, ആൻഡ് ഒരിക്കലും
ഇത് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ പാടില്ല. സബ്ജക്റ്റ് ലൈൻ എന്ന് പറയുന്നത് യു ഷുഡ് നെവർ യൂസ് ക്യാപിറ്റൽ ലെറ്റർ. മറക്കരുത്, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ കേട്ടോ. ആൻഡ് ദെൻ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് നമുക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ മന്ത് അല്ലെങ്കിൽ പർട്ടിക്കുലർ ഇയറിനെ കുറിച്ചിട്ടൊക്കെയാണ് നമുക്ക് പറയാനുള്ളതെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ളതെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക്, ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ മന്ത്ലി പ്ലാനിംഗ് റിപ്പോർട്ട് January 2020 എന്നുള്ളത് നമുക്ക് സ്പെസിഫൈ ചെയ്യും. അത് വെറുതെ ഒരു റിപ്പോർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്ടായിരിക്കാം, എന്തിനെ കുറിച്ചാണ് റിപ്പോർട്ട്, ഏതിനെ കുറിച്ചിട്ടാണുള്ള റിപ്പോർട്ട്, അത് നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ സബ്ജക്റ്റിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മന്ത്ലി റിപ്പോർട്ട് ഫോർ വിച്ച് മന്ത്, January 2020 എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ക്ലിയർ ഫോർ ദി റീഡർ. ഇത് ഏത് മാസത്തെയാണ് അല്ലെങ്കിൽ എന്താണ് ഈ സംഭവം എന്നുള്ളത് വെരി ക്ലിയർ ആണ്. അപ്പോൾ എപ്പോഴും in the സബ്ജക്റ്റിൽ നമ്മൾ വി ക്യാൻ ഗിവ് ദ മെയിൻ തിങ് വാട്ട് യു ആർ ഗോയിങ് ടു റൈറ്റ് ഇൻസൈഡ് ദാറ്റ്, അത് നമ്മൾ ക്ലിയർ ആയിട്ട് കൊടുക്കാവുന്നതാണ്. ആൻഡ് ദെൻ സല്യൂട്ടേഷൻസ്. സല്യൂട്ടേഷനിൽ വരുന്നത് എന്താണ്? സല്യൂട്ടേഷൻ ബിക്കോസ് ഇറ്റ് ക്യാൻ ബി mistranslated the reader about the sender. So the sender must ensure that his reader is comfortable and happy with my salutation. നമ്മൾ കൊടുക്കുന്ന രീതി, നമ്മൾ കൊടുക്കുന്ന honor, respected or dear or sir or miss or mrs, what we അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്നത്, അതിലുണ്ട് നമ്മുടെയും സെൻഡറിൻ്റെയും റീഡറിൻ്റെയും ഇൻറ്റിമസി എന്നുള്ളത്. ഓക്കെ, ഇഫ് യു ഡോണ്ട് നോ ദ നെയിം ഓഫ് ദി പേഴ്സൺ യു ആർ അഡ്രസ്സിങ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ കമ്പനിയിൽ ആരാ നമുക്കറിയില്ല, അല്ലെങ്കിൽ ഏത് വ്യക്തിയാണത് വായിക്കുക എന്നുള്ളത് നമുക്കറിയില്ല. സോ നമുക്കൊരു ലൈനെ വയ്ക്കാനുള്ള ടു ഹോം ഇറ്റ് മേ കൺസേൺ, ആരാണത് വായിക്കുന്നത് ആ വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അങ്ങനെ നമുക്ക് വയ്ക്കാം. അതല്ല ഒരു കമ്മിറ്റിയിലേക്കാണ് നമ്മൾ അയക്കണമെന്നുണ്ടെങ്കിൽ ഡിയർ മെമ്പേഴ്സ് ഓഫ് ദി ഏത് കമ്മിറ്റിയാണെന്നുണ്ടെങ്കിൽ ആ കമ്മിറ്റിയുടെ പേര് വയ്ക്കാവുന്നതാണ്. ഇനി എല്ലാവർക്കും ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, ഹലോ എവ്രി വൺ എന്നുള്ള രീതിയിൽ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ്, അപ്പോൾ സാലറ്റേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്, ഒരു വ്യക്തിനെ നമ്മൾ എത്ര കംഫർട്ട് ചെയ്തിട്ടാണ് നമ്മൾ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഡിയർ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് എന്നുള്ളത് അത്രയും ക്ലോസ് ആണെന്നുണ്ടെങ്കിൽ ഹലോ ഹായ് എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആൻഡ് ദാറ്റ്സ് അബൌട്ട് സാലറ്റേഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് ദി കണ്ടൻറ്റ്. കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൻ ഭാഗമാണ്. സോ സബ്ജക്റ്റിലെ ഓൺ വാട്ട് വി ആർ ഇൻഫോമിങ് എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ വരുന്നത് എന്താണ്, ഇനി ഇതിൻ്റെ എക്സ്പ്ലനേഷൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളാണ് കണ്ടൻറ്റിൽ വരാം. ദ മെസ്സേജ് ഷുഡ് ബി ക്ലിയർ ആൻഡ് ബ്രീഫ്. കണ്ടൻറ്റ് ആയാലും വെരി ലോങ് മെസ്സേജസ് ഇസ് നോട്ട് റെക്കമെൻഡഡ്. സെൻറ്റൻസസ് ഷുഡ് ബി ഷോർട്ട് ആൻഡ് ടു ദ പോയിൻറ്റ്. ലോങ് ആൻഡ് ബാഡ്ലി സ്ട്രക്ചേർഡ് സെൻറ്റൻസസ് കൺഫ്യൂസ് ദ റീഡർ. അപ്പോൾ വളരെ ലെങ്തി ആയിട്ടുള്ളൊരു മെസ്സേജാണ്, ലെങ്തി ആയിട്ടുള്ള ഒരു സെൻറ്റൻസാണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ക്രിയേറ്റ് സം അതർ പ്രോബ്ലംസ് ഓൾസോ. ആൻഡ് നെക്സ്റ്റ് ഈസ് ടോൺ. നമുക്ക് സ്പീച്ചിൽ മാത്രമല്ല നമ്മുടെ ടോണിൽ വരുന്ന ഡിഫറൻസസ്. ഈവൻ വെൻ യു പുട്ട് തിങ്സ് ഇൻ റൈറ്റിംഗ്സ് ഓൾസോ you can impress your tone. The emails are a reflection of professionalism. Emails at the workplace must have a formal tone to them. So ഏത് രീതിയിലാണ് നമ്മൾ ഇമെയിൽ അയക്കുന്നത്, വെരി ഫോർമൽ ടോൺ അല്ലെങ്കിൽ ഒരു വെരി ഫ്രണ്ട്ലി ടോൺ, ഒരു നോൺ ഫോർമൽ ടോൺ, ആർക്കാണ് എങ്ങനെയാണ് അതിനെ ബേസ് ചെയ്തിട്ടാണ് ടോണിൻ്റെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് വരിക. A polite message always gets a more favorable response over a harshly worded one. നമ്മളൊരു മെസ്സേജ് അയക്കുമ്പോൾ, നമ്മളൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ വളരെ പൊലൈറ്റായിട്ട് നമ്മൾ ആവശ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു റീസൺ അറിയണമെന്നുണ്ടെങ്കിൽ പോലും വൈ ഡിഡ് യു ഡു ദാറ്റ് എന്നുള്ള കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ പോലും യു ക്യാൻ ആസ്ക് ഇൻ എ വെരി പൊലൈറ്റ് മാനർ. അപ്പോൾ തന്നെ അത് റിപ്ലൈ കൊടുക്കുന്ന ആൾക്കും ദേ വിൽ ഓൾസോ ഫീൽ ആൻഡ് ടേക്ക് ഇറ്റ് ഇൻ എ വെരി കംഫർട്ടബിൾ വേ. ദിസ് ഈസ് അബൌട്ട് ടോൺ.
Next one is about language. So email can be effective only when the language used is grammatically sound and is spelled correctly. So when നമ്മൾ ഉള്ളതിൽ മുഴുവൻ ഓരോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തിയിട്ടോ അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അൺനെസസറി കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. Next one is writing a complaint. When making complaints, should briefly state the history of the problem to provide context for your reader and explain the attempts made previously to resolve the problem. ഇപ്പോൾ നമ്മളൊരു കംപ്ലൈൻ്റ് ആണ് നമ്മൾ ഇമെയിലായിട്ട് അയക്കാൻ പോകുന്നതെങ്കിൽ അതിന് മുമ്പുണ്ടായിട്ടുള്ള അനുഭവത്തെക്കുറിച്ചിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം ഡിഫൈൻ ചെയ്തിട്ട് അതിൻ്റെ എത്രത്തോളം സ്റ്റെപ്പുകൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ പ്രോഗ്രസ് എന്നുള്ള കാര്യങ്ങളും കൂടി നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്യണം, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം വായിക്കുന്ന ഒരാൾക്ക് പുതിയ കാര്യമായിരിക്കും, കാരണം കംപ്ലയിൻറ്റ് റിസീവ് ചെയ്യണം. സോ ഹി മേ നോട്ട് ബി അവെയർ വാട്ട് ഹാസ് ഹാപ്പൻഡ് ഇറ്റ്, എന്നാണോ അല്ലെങ്കിൽ എങ്ങനെയാണോ എന്താണ് സംഭവിച്ചതെന്ന് ചിലപ്പോൾ അറിയില്ല. അപ്പോൾ അത് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മെസ്സേജിൽ വളരെ ഷോർട്ടായിട്ട് അന്നുണ്ടായ സംഭവം അല്ലെങ്കിൽ ഏതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഈസ് അറ്റാച്ച്മെൻറ്റ്സ്. ഇപ്പോൾ അറ്റാച്ച്മെൻറ്റ്സ് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്താണ് അറ്റാച്ച്മെൻറ്റ് എന്നുള്ളത്. നിങ്ങളുടെ ഓരോ ആൻസർ ഷീറ്റും ഫോട്ടോ എടുത്ത് നിങ്ങൾ അറ്റാച്ച് ചെയ്തിട്ടാണ് നിങ്ങൾ ഇമെയിലായിട്ട് അയച്ചിട്ടുള്ളത്. അപ്പോൾ അതേപോലെ അറ്റാച്ച്മെൻറ്റ്സ്, വെൻ സെൻഡിങ് ആൻ അറ്റാച്ച്മെൻറ്റ് ടെൽ ദ റെസ്പോണ്ടൻറ്റ് വാട്ട് ദ നെയിം ഓഫ് ദി ഫയൽ ഇസ്, വാട്ട് പ്രോഗ്രാം ഇറ്റ് ഈസ് സേവ്ഡ് ഇൻ ആൻഡ് ദ വേർഷൻ ഓഫ് ദി പ്രോഗ്രാം. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാം അറ്റാച്ച് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്യുകയാണ്, ഈ ഡോക്യുമെൻറ്റ് എവിടെ നിന്നാണ് എങ്ങനെയാണെന്നുള്ളത് നമ്മളത് റിട്രീവ് ചെയ്തിട്ടുണ്ടായിരിക്കണം, നമ്മളത് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരാളറിയാതെ നമുക്കത് ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ എനി ഇൻഫർമേഷൻ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനി ഡോക്യുമെൻറ്റ് നമ്മളിതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി ക്ലിയർലി സ്പെസിഫൈഡ് ഫ്രം വിച്ച് പ്ലേസ് ഇറ്റ് ഹാസ് ബീൻ ടേക്കൺ എന്നുള്ളതും. ആൻഡ് ദെൻ ഇസ് പ്രൈവസി. ഇമെയിൽ ഇസ് നോട്ട് ആൻഡ് നെവർ ഹാസ് ബീൻ പ്രൈവറ്റ്. ഇതാണ് ഞാൻ നേരത്തെയും പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി കൂടുതൽ സ്ട്രെസ് ചെയ്യാവുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. Nothing is confidential here. Once it is sent, the recipient can and will do what they want with it. അപ്പോൾ റെസിപ്പിയൻറ്റിന് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഇമെയിലിനെ വെച്ച് ചെയ്യാവുന്നതാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരിക്കലും പ്രൈവസി ഇല്ലാത്തൊരു സംഭവമാണ്. കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ക്യാൻ ബി സെൻറ്റ് ഇൻ എ ലോക്ക്ഡ് ഫോർമാറ്റ് ലൈക്ക് PDF. അപ്പോൾ നമുക്കിതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ PDF ഫയലായിട്ട് നമുക്ക് അത് അയക്കാം. പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആൻഡ് എൻക്രിപ്റ്റഡ്. സോ എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ നമ്മൾ കണ്ടതാണ് കേട്ടതാണ്, എങ്ങനെയൊക്കെയാണെന്ന് നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. സോ ഡാറ്റാസൊക്കെ എന്ത് ചെയ്തിട്ട് വയ്ക്കാം? എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് വയ്ക്കുക. സോ റീഡർ അത് വായിക്കുമ്പോൾ അത് ഡീക്രിപ്റ്റ് ചെയ്തിട്ട് നമുക്ക് വായിക്കാവുന്ന റീഡബിൾ ഫോർമാറ്റിൽ നമുക്ക് വായിക്കാനായിട്ട് പറ്റും. But be aware there is nothing really to prevent the recipient of unlocking the information and still sharing it publicly. അപ്പോൾ നമുക്കൊരു കാര്യം പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യാൻ ഒന്നും തന്നെ നമ്മളിൽ നിന്ന് മാറ്റിവെക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ഈസ് ചെക്ക് ആൻഡ് റിവ്യൂ. സോ ഒരു മെസ്സേജ് അയക്കുന്നതിനേക്കാളും മുമ്പ് ഈവൻ ഇൻ യുവർ ഫോൺ ഓൾസോ നമ്മളൊരു മെസ്സേജ് അയക്കുന്നതിനേക്കാളും മുമ്പ് ഒന്ന് വായിച്ച് നോക്കുക. വോയിസ് മെസ്സേജ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കേട്ട് നോക്കുക. കൺഫേം ഇറ്റ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ദർ ഈസ് നത്തിങ് വിച്ച് ക്രിയേറ്റ് ഹാർഷ് ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ഹാർഡ് ഫീലിംഗ് ഒന്നും തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ ഫോണിൽ മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിലും ഇമെയിൽ അയക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചെക്ക് ആൻഡ് റിവ്യൂ കെയർലെസ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. അൺപ്രൊഫഷണലായിട്ട് അൺഎത്തിക്കലായിട്ട് ഒന്നും തന്നെ നമ്മുടെ ഇമെയിലിൽ ഉണ്ടാവാനായിട്ട് പാടില്ല. നെക്സ്റ്റ് ഈസ് റെസ്പോൺസ് ടൈം. Good email etiquette includes responding to business communication as soon as possible.
അപ്പോൾ ഇവിടെ നമ്മൾ റെസ്പോൺസ് ടൈമിൽ നമ്മൾ ദാറ്റ് ഈസ് മാക്സിമം ടൈം എന്ന് പറയുന്നത് ഏകദേശം 24 hours-നുള്ളിലാണ് നോർമലി നമ്മളൊരു റിപ്ലൈ പ്രതീക്ഷിക്കുന്നത്. സോ ദാറ്റ് ഈസ് വെൻ വി മെയിൻറ്റെയിൻ ദാറ്റ് പെർട്ടിക്കുലർ തിങ് ഇസ് ഇറ്റ് വിൽ ബി ഓൾവേസ് വെരി ഗുഡ് എന്നുള്ള കാര്യമാണ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് the closing, how you are closing the email. Closing of email is also very important because it is useful the reader know who is contacting them. Always sign off with the name of the sender at the end of the message. എപ്പോഴും ഒരു മെസ്സേജ് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ പേര് വെളിപ്പെടുത്തിയിട്ട് വേണം നമ്മൾ മെസ്സേജ് ക്ലോസ് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ സ്കൂളുകളിലൊക്കെ നമ്മൾ പഠിച്ച സമയത്ത് എപ്പോഴും ഫ്രം അഡ്രസ്സ് ആദ്യം ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ടു അഡ്രസ്സും ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വയ്ക്കുക അല്ലേ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആർക്കാണ് നമ്മളൊരു മെസ്സേജ് അയക്കുന്നത്, അതിൻ്റെ പർപ്പസും കാര്യങ്ങളും, അതേപോലെ തന്നെ ആരൊക്കെ ഇത് കാണണം, ആരൊക്കെ ഇത് കാണാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി വെൽ പ്ലാൻഡ് ആയിട്ട് വേണം ഒരു ഇമെയിൽ കമ്പോസ് ചെയ്യാനായിട്ട് നമ്മൾ ഇരിക്കേണ്ടത്. ആൻഡ് ദെൻ ഇസ് സിഗ്നേച്ചേഴ്സ്. A professional signature makes it easy to contact you. Your email account can automatically add these data to the bottom of the email. Full professional name, job, title, business, phone number or fax numbers, everything നമുക്കതിൽ കൊടുക്കാവുന്നതാണ്. And then complimentary closings. For closing the message, following brief but friendly clauses can be used. Thank you, best wishes, regards, see you tomorrow എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കതിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ എന്താണ് സിഗ്നിഫിക്കൻസ്, എങ്ങനെയാണ് ഒരു ഇമെയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ദിസ് വിൽ ബി ആസ്ക്ഡ് ഇൻ ദി എസ്സേ ക്വസ്റ്റ്യൻ. ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. എങ്ങനെയാണ് നമ്മളൊരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. Okay, so hope you all have understood about it, and if you have any doubt, please feel free to ask me. Thank you students.